ചെങ്ങന്നൂർ പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് മരണം സംഭവിച്ചു. പാണ്ടനാട് സ്വദേശി ശിവദാസാണ് മരിച്ചത്. പാർക്ക് ചെയ്തിരുന്ന വാഹനം വെള്ളക്കെട്ടിലാണോ എന്ന് അറിയാൻ പോയതായിരുന്നു അദ്ദേഹം. രഘുനാഥ് നാരായണുണ്ട് രഘുവിവരങ്ങൾ. പൊതുവേ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഒക്കെ വലിയ വെള്ളക്കെട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് പുളിങ്കുന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിലാണ് പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ആ റോഡിൽ ഇവിടുന്ന് ഒരു 100-300 കുടുംബങ്ങളോളം ഉണ്ട് ആ ഭാഗത്തേക്ക്. ആ ആളുകളുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു മാർഗം ഈ ബസ്സും കാറും ഒക്കെ പോകുന്ന വഴിയിലൂടെ ഈ വള്ളത്തേൽ വേണം കരയ്ക്കെത്താൻ. ചേട്ടാ, വീട്ടിലൊക്കെ വെള്ളമായോ? വീട്ടിലെല്ലാം വെള്ളം കയറി ക്യാമ്പുകൾ അടുത്തൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ മതി. വീട്ടിലെല്ലാം വെള്ളം കയറി. ക്യാമ്പുകളൊന്നും തുറന്നില്ല ഇതുവരെ. ക്യാമ്പുകൾ തുറന്നു വെച്ചാൽ രാമങ്കേരിലാണ് തുറന്നിരിക്കുന്നത്. നമ്മൾ 1-ാം വാർഡിലാണ് രാമങ്കേരി പഞ്ചായത്തിന്റെ. അവിടുന്ന് രാമങ്കേരി വരെ പോകാന്നുള്ള ഭയങ്കര ദുരിതമാണ്. ഞാൻ വീട്ടിലോട്ട് ഇപ്പം ബൈക്കും ഒരു വണ്ടിയും ചെല്ലത്തില്ല, വെള്ളം മാത്രമേ ചെല്ലത്തുള്ളൂ. വീട്ടിൽ തന്നെ എങ്ങും പോയിട്ടില്ല. വെള്ളം കയറി വീട്ടിൽ തന്നെ. എല്ലാവരും വീട്ടിൽ ഒരു 30% ആൾക്കാരുടെ വീട്ടിൽ വെള്ളം കയറി. എല്ലാവരും വീട്ടിൽ തന്നെ. ഭയങ്കര ദുരിതമായിട്ട് എല്ലാവരും നിൽക്കുന്നത്. പിള്ളേർ വീടിന് വെള്ളം കല്ലിട്ട് കട്ടിൽ പൊക്കി അതിന് വെള്ളമൊക്കെ കയറിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു വീടിൻ്റെ കൊച്ചിനോട് ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര പാടുപെട്ട്. അല്ല, ഒരു വെള്ളം വന്നിട്ടുള്ള ഇതിനു മുമ്പേ ഒരു പക്ഷേ നമുക്ക് അടുത്ത് ക്യാമ്പുകളൊക്കെ തുറക്കുമായിരുന്നു. ഇത്ര ക്യാമ്പുകളൊന്നും തുറന്നിട്ടില്ല. തുറന്നു വെച്ചാൽ ഇത്ര ദൂരം രാമങ്കരി വരെ പോകണം. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ബുദ്ധിമുട്ടാണ് പോകാൻ. ഇതാണ് കുട്ടനാട്ടുകാരുടെ പൊതുവേ ഉള്ളൊരു അവസ്ഥ. ക്യാമ്പുകളൊക്കെ ചിലയിടങ്ങളിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഈ ക്യാമ്പിലേക്ക് പോകാനുള്ള ആളുകളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ നമ്മളുടെ ഒരു മൊത്തത്തിലുള്ളൊരു ജീവിതത്തെയും ആ ഒരു സംവിധാനത്തെയും ആ ഒരു അന്തരീക്ഷത്തെയും ഒക്കെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെയൊക്കെയുള്ള വീടുകളിലൊന്നും മനുഷ്യരൊന്നും അങ്ങനെ ക്യാമ്പുകളിലേക്ക് പോയിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്ര വെള്ളമുണ്ട്. റോഡിൽ കൂടെ പ്രധാനപ്പെട്ട ഈ പുളിങ്കുന്ന് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ ഉള്ളൊരു വഴിയാണിത്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡിലൂടെയാണ് ഇപ്പോൾ അരയ്ക്ക് മുകളിൽ വെള്ളമുള്ളത്. ആളുകളൊക്കെ കുട്ടനാടായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മറ്റ് സ്ഥലങ്ങളിലെ പോലെയുള്ള എല്ലാ വീടുകളിലുമൊക്കെ വള്ളങ്ങളൊക്കെ കാണും. അവർക്ക് ആ ഒരു കരയിലേക്കുള്ളൊരു കണക്ടിവിറ്റി, ഒരു ബന്ധം നഷ്ടപ്പെടത്തില്ല. ഈ വള്ളത്തിലൊക്കെ ആയിട്ട് അവർ അങ്ങനെ ആ ഒരു ജീവിതക്രമം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ അത്യാവശ്യം മുന്നോട്ട് പോകും. പക്ഷേ ഊഹിക്കാവുന്നതാണ്, നമുക്കൊരു തവണ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മനുഷ്യർക്കുണ്ടാവുന്ന നഷ്ടം. സർക്കാർ നഷ്ടപരിഹാര തുകയൊക്കെ നൽകിയാലും എത്രത്തോളം നഷ്ടമുണ്ട് എന്ന് കഴിഞ്ഞ പ്രളയത്തോടു കൂടിയാണ് ആളുകൾക്കൊക്കെ മനസ്സിലായത്. എന്തായാലും വലിയ ഒരു ഗുരുതരമായൊരു സാഹചര്യം നിലവിൽ കുട്ടനാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. എന്നാലും ചെറിയ അതിശക്തമായ മഴയല്ല, ഒരു ചെറിയ മഴയൊക്കെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പമ്പയാറിലൂടെയും അച്ചൻകോവിലാറിലൂടെയും ഒക്കെ ജലം ഇങ്ങ് കുട്ടനാട്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതിതീവ്രമായൊരു പ്രശ്നമില്ലെങ്കിലും ഇതേപോലെയുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.